ആ ഇവിടെ നടാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? ആ ഈ ചീനിക്കമ്പ വല്യമ്മ. ഹായ് നമസ്കാരം. അവള് കണ്ട് ഇന്ന് എന്ത് എടുക്കാൻ പോ? ചക്ക എടുക്കാം. ചക്ക പറിക്കാൻ പോ. എല്ലാരും ലൈക്ക് ചെയ്യുക. ചക്ക വെട്ടാൻ ചക്ക വരം വെട്ടാനോ? ചക്ക ഇടാനാ? ആ ചക്ക ഇടാൻ പോവാ. ആ എന്തായാലും ചക്ക ഇടാൻ പോവാ. ചക്ക വെട്ടാൻ പോകുമ്പോ ചക്കവരം മുറിക്കാൻ പോകുന്നില്ലേ? ഞങ്ങൾ ചക്ക ഇടാൻ പോവാ. ആ അത് ആദ്യമായിട്ട് വിളിച്ചാ. ബാക്കിയാണെല്ലാം ചെന്ന് വിശദമായിട്ട് പറയാം. ഇതെല്ലാം ലൈക്കൊക്കെ ചെയ്യുക. പോകുന്ന വഴിക്ക് മുളക് പൊടി കൊടുക്കാനുണ്ട്. ഇതിലെ മുളക് പൊടി കുറച്ചെടുത്ത് തരാൻ തോന്നും. കുറച്ചതിനകത്ത് വെച്ചിട്ടുണ്ട്. മൂന്നെടുത്ത് കൊടുക്കണം അല്ലേ? കുറച്ചതിനകത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് താഴെ വീഴും. കമ്പൊക്കെ എന്തിനാ കമ്പൊക്കെ ഇടുന്നത്? അതാണ് കാത് പൊട്ടല്ലേ. ഇതൊക്കെല്ലാം ലൈക്ക് ചെയ്യുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ചോദിക്കാണ്ട്. മഴ ഇവിടെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്കിടയ്ക്ക് വെയില്. ഇപ്പൊ ഇച്ചിരി മഴ തോന്നിക്കോ. ഇടയ്ക്ക് മഴ, ഇടയ്ക്ക് വെയില്. കണ്ടിന്യൂ മഴയില്ലെന്ന കണ്ടിന്യൂ വെയിലില്ല. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞങ്ങൾ ചക്കിടാൻ പോവാ. വേറെ വീഡിയോ എടുക്കാൻ പോകാൻ സമയം കിട്ടുന്നില്ല. എന്നാ ഇതെങ്കിലും ആയിട്ട് വീഡിയോ എന്ന് വിചാരിച്ചു. ഇറങ്ങാം. ഓക്കെ. 2-3 മുളക് പൊടി കൊടുക്കണം. കിളിയൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ആ ഇവിടെ നടാൻ വേണ്ടി കൊണ്ടുവന്നല്ലേ? ആ ഈ ചീനിക്കമ്പ വല്യമ്മ. ശാന്തള പാറൂസേ ഹായ് പറ. ഹായ് പറഞ്ഞേ. ആ കണ്ണൻ ചേട്ടാ എന്തേ? എവിടെ? കൂളി പോയോ? അപ്പൂപ്പ എവിടെ പോയി? ഓട്ടം പോയോ? ഓട്ടം കൊണ്ടുപോയോ? ടാറ്റ കൊടുത്തായിരുന്നോ? അപ്പൂവിന് കൊടുത്തോ? ഇതിലെന്ത് തെറ്റി? അതിലാണ് ഈ കാണുന്നത് ഞങ്ങളുടെ വീടാ. ഈ വീട് ഞങ്ങളുടെ പ്രിയങ്കയുടെ അച്ഛന്റെ കുടുംബ വീടായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള വീടാ. ഇതിപ്പോ വാടകയ്ക്ക് കൊടുത്തേക്കുക. ഈ വീടിന് എനിക്കറിയില്ല എത്ര വർഷം പഴക്കമുണ്ടെന്ന്. അച്ഛൻ ജനിച്ചു വളർന്നേക്ക് ഇവിടെ അല്ലേ? അല്ല ജനിച്ചതല്ല, വളർന്നല്ലേ? ജനിച്ചതൊക്കെ ഇവിടെ തന്നെ. അന്ന് ഇവിടൊക്കെയല്ലേ ജനിക്കുന്നത് വീടുകളിൽ. അച്ഛൻ ജനിച്ചു വളർന്ന ഇവിടെ. അങ്ങനെ വർഷം ഏകദേശം ഒരു 60 വർഷം കാണും അല്ലേ? 60 വർഷം പഴക്കമൊന്നും വീടിന് വരത്തില്ല. കാരണം ഇവരുടെ കല്യാണ സമയത്താ വീട് ഇങ്ങനെയൊക്കെ ആക്കിയത്. ഞങ്ങളായാലും 2019 അവസാനം, പിന്നെ അവർ 20, 21, 22 3 വർഷത്തോളം ഇവിടെ താമസിച്ചു. 3 വർഷത്തോളം ഞങ്ങൾ ഇവിടെ താമസിച്ചു കേട്ടോ. ഒരുപാട് റൂമുണ്ട് കാണുന്ന ഇത്രേ ഉള്ളെങ്കിൽ. അടുക്കള, പിന്നെ റൂമുകള്, റൂം 2, 3, 4, 5 റൂം, 5 ബെഡ്റൂം, പിന്നെ വിസിറ്റിംഗ് റൂം. ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളങ്ങ് പോയി. ഇവിടെ ഈയാണ്ട് അത് പഴുത്ത് പോയില്ലേ? മഴയായിട്ട് മധുരം ഒന്നും കാണത്തില്ല. അണ്ണാൻ എത്തിയെന്ന് ഞാൻ തോന്നില്ലേ? അതിടാൻ പോന്നോ? ആ ഇട്ടോ. രണ്ടൊക്കെ ഇട്ടില്ലേ? അത് വിളഞ്ഞാന്നേ? അതുകൊണ്ട് അതിന്റെ മേളിൽ ഒരു ചക്ക ഇപ്പൊ ഉണ്ട്. അത് ഞാൻ നോക്കി ഒരു ചക്കയായിട്ട് ഒരെണ്ണോടെ കാണണം. മാറി താഴെ ചിലപ്പോ മേത്ത് മാറിയിരിക്കും. വീട്ടെ നീ പോയില്ലേ? അതാ കമ്പനി അപ്പുറത്തോട്ട് പോയില്ലേ? എനിക്ക് ആ ഐഡിയ കിട്ടത്തില്ല. അമ്മയാകുമ്പോ അമ്മയ്ക്ക് ആ ഐഡിയ. അതവിടെ നിന്നോട്ടെ, കിളികളൊക്കെ തിന്നോട്ടെ. അതിടണ്ട. പക്ഷെ അതിന് നല്ല ചൊളയുണ്ട് കേട്ടോ. അതിന് ആരെടുക്കുന്നത്? നല്ല ചൊളയുണ്ടായിരുന്നു. അതായാലും കിളികൾ തിന്നോട്ടെ. അത് അവർക്കുള്ള യഥാർത്ഥത്തിൽ ഇതൊക്കെ അവർക്കുള്ളതാ. പ്രകൃതി അവർക്ക് കൊടുക്കുന്നതാ. ഇതാണ്ട് ഒരെണ്ണം മേളിൽ നിൽക്കുന്നില്ലേ? ഇട്. എന്നിട്ട് ഇതൊന്ന് ചെത്തി വിടണേ റൗണ്ട്. ഏത് ഇടാ മേടിച്ചു?
ഞാൻ ചായ ഇടാടി. ഇടാനോ? ആ ഏതായാലും ഊരില്ലേ. ഇടാനോ? മാറിയിരുന്നോ? അങ്ങനെ അവസാനമൊക്കെ ഈ വർഷത്തെ ഇട്ടില്ലേ? ഒരെണ്ണം കിളികൾക്ക് തിന്നാൻ നിർത്തി, അവര് തിന്നട്ടെ. ഇല്ലേ പാറു? ഇല്ലയാ? 3 നല്ലോണം കിളികൾ തിന്നട്ടെ അല്ലേ പാറു? എന്തോ പാറു അത്? ചച്ചേ? ചക്ക ഇത്രയൊക്കെ ഉണ്ട്, 2, 4, 5 എണ്ണം. 5 ചക്ക. ഇതോട്ടിനി അങ്ങ് കൊണ്ടുപോണ്ടേ? ഇത് കണ്ടോ, ഇവിടെ ഒരുപാട് സാമ്പാർ ചീര ഇപ്പോൾ ഉണ്ട്. നേരത്തെ ഞങ്ങള് സാമ്പാർ ചീര വരച്ച് തോരൻ വെക്കുമായിരുന്നു. പ്രിയങ്കയ്ക്ക് വയ്യ. ഇല്ലയോടെ പ്രിയങ്ക? നിനക്ക് വയ്യ ഇപ്പൊ ഇത് തോരൻ വെക്കാല്ലേ? സാമ്പാർ ചീര. ആ ഉണ്ട്. തെങ്ങിന്റെ കമ്പ് പൊട്ടിപ്പോയിണ്ട്. ആ തെങ്ങിന്റെ കാറ്റത്ത് പൊട്ടിപ്പോയതാ. ഇനി അതേ തേങ്ങ വീണ് കഴിഞ്ഞാൽ സിൻടെക്സിന്റെ മണ്ടയ്ക്കോട്ട് വീഴും. എന്താ പണ്ട് വലിയ വലിയ വീട്ടുകാരുടെ വാതൊക്കെ ചെടിച്ചട്ടിക്കകത്ത് ചെയ്യുന്ന സാധനമുണ്ട്. ഇവിടെ അയ്യം നീളം ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. അയ്യം മൊത്തം ഉണ്ട്. ഇത് ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ അയ്യം മൊത്തം ഈ ചെടി ഇപ്പോൾ ഉണ്ട്. ചെടി വേണ്ടവർ കോണ്ടാക്ട് ചെയ്യാതെ ഫ്രീ ആയിട്ട് വന്നേക്കാം. കണ്ട് അയ്യത്തെല്ലാം ഇപ്പോൾ ഉണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഈ വീട്ടിൽ പിന്നെ താമസമില്ല, പഴയൊരു വീട്, നല്ല രസമുണ്ട് കാണാൻ. പണ്ടത്തെ വീട് കണ്ടോ, ഓടിട്ട് നല്ല രസമായിരുന്നു. അവിടെ ഇപ്പൊ ആരും താമസക്കാരും ഇല്ല. എല്ലാരും മരിച്ചു പോയില്ല. അച്ഛനും അമ്മയൊക്കെ മരിച്ചു. മക്കളൊക്കെ എവിടെ എന്നറിയില്ല. നേരത്തെ ഇവിടെ താമസമുള്ളപ്പോൾ നല്ല രസമായിരുന്നു കാണാൻ വീട്. ഇപ്പോഴും വീട് കാണാനൊക്കെ നല്ല രസമാണ്. അത് 6 പേരെയൊക്കെ ഉണ്ടെന്നാ പറയുന്നത് പണ്ടത്തെ. ഇവിടെ ചെടികൾ നിൽക്കുന്നുണ്ട്, ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ട്. ഇത് നമ്മുടെ വീടിന്റെ പുറകുവശം. ഞാൻ ഈ വർഷം ഇതിന് 5 ചക്ക കിട്ടി. 6 ഉണ്ടായിരുന്നു, ഒരെണ്ണം കിളി തിന്ന്, അത് കിളിക്ക് വേണ്ടി നിർത്തിയേക്കുക. ബാക്കി 5 ഇട്ടിട്ടുണ്ട്. ഇതുണ്ട് കമ്പിളിനാരങ്ങ, ഒറ്റ കമ്പിളിനാരങ്ങ കിടക്കുന്നു. പറഞ്ഞല്ലോ ചെറുതാ. അങ്ങനെ ഞങ്ങളുടെ ചെറിയ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. പിന്നെ ചക്കയിട്ട് പിന്നെ പറ, അത് ആദ്യമായിട്ട് പിടിച്ച ചക്കയായിരുന്നു. 5 ചക്ക ഉണ്ടായിരുന്നു. 5 ചക്ക ഉണ്ടായിരുന്നു. അത് അതിനകത്ത് നമ്മുടെ ബന്ധുക്കളൊക്കെ എല്ലാവർക്കും എന്തോ 3 അവർക്ക് കൊടുത്തില്ലേ? 2 നമ്മളെടുത്തു. 1 കിഴക്ക് പ്രിയങ്കടം കൊടുത്ത്, ഒരെണ്ണം ഞങ്ങളും എടുത്ത്. അങ്ങനെതാണ്. വരിക്കച്ചക്കയാന്ന് തോന്നുന്നു, കറക്റ്റ് അറിയില്ല. ഇനി വെട്ടുമ്പോ അറിയാം. കിഴക്കൊന്ന് തൈര് തന്നിട്ടുണ്ട്, തൈരും കൊണ്ടുവന്നൊരു ചുറ്റുപത്രം. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇതാണ് വലിയ സ്പെഷ്യലാ കേട്ടോ. എന്തായിരുന്നു? അച്ചാർ ചൂടയച്ചാർ. വലിയ ഒന്ന് വിട്ടാ ചൂടയച്ചാറല്ലേ? അന്നേരം ഇത്രയൊക്കെ ഉള്ളു. ഓക്കെ, ബൈ.